നിലമ്പൂരിൽ നിന്ന് കൊട്ടിക്കലാശം അവസാന ലാപ്പിലാണ് പ്രചാരണം. എല്ലാ മുന്നണികളും വലിയ ആവേശത്തിലാണ്. കൊട്ടിക്കലാശത്തിന്റെ സമഗ്ര വിവരങ്ങളുമായി ഇപ്പോൾ KT സ്വാലിഹ ചേരുകയാണ്. സ്വാലിഹ, പരസ്യ പ്രചാരണത്തിന്റെ അവസാന മിനിറ്റുകളാണ്. കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലേക്ക് ഇപ്പോൾ തന്നെ നിലമ്പൂർ മാറിയിട്ടുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ വിവരങ്ങൾ? അക്ഷിത, രാവിലെ മുതൽ തന്നെ റോഡ് ഷോകൾ ആരംഭിച്ചിട്ടുണ്ട്. എം സ്വരാജിന്റെ റോഡ് ഷോ മരുത നാരോക്കാവിൽ നിന്ന് മുൻ മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണൻ MP ആണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. കരുളായി, എടക്കര, വഴിക്കടവ്, പോത്തുകല്ല്, പൂക്കോട്ടുംപാടം ഭാഗങ്ങളിലൂടെ ഈ റോഡ് ഷോ കടന്നു പോന്നു. ഇപ്പോൾ നിലമ്പൂർ നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ നഗരത്തിൽ മഹാറാണി ജംഗ്ഷനിലാണ് കലാശക്കൊട്ടിന് ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെയാണ് സ്ഥലം നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത്. വലിയ ആവേശം ഇടതുമുന്നണി പ്രവർത്തകർക്കെല്ലാം ഉണ്ട്. ബൈക്കുകളിലും മറ്റുമായി ഈ റോഡ് ഷോയെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഓരോ കേന്ദ്രങ്ങളിലും നൂറുകണക്കിന് ആളുകളാണ്, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അഭിവാദ്യം ചെയ്യാൻ കാത്തു നിൽക്കുന്നത്. വൈകിട്ട് ഏതാണ്ട് 3 മണിയോടെ തന്നെ പൂർണ്ണമായി നഗരത്തിലേക്ക് പ്രവർത്തകരെല്ലാം തന്നെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടതുമുന്നണി കഴിഞ്ഞ 24 ദിവസമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ വിഷയങ്ങൾ, ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്ത വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മലയോര കർഷകരുടെ ആശങ്കകൾ, ഇതെല്ലാം തന്നെ വലിയ ചർച്ച ഈ വിഷയങ്ങളിലെല്ലാം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണക്കാലത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ വോട്ടാകുമെന്ന ഒരു പ്രതീക്ഷ ഇടതുമുന്നണിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ആവേശം ഇടതുമുന്നണി പ്രവർത്തകർക്ക് തുടക്കം മുതൽ തന്നെ ഉണ്ട്. ഈ പ്രചാരണത്തിന്റെ തുടക്കം മുതൽ തന്നെ ഉണ്ട്. ഇന്ന് നമുക്ക് അതിന്റെ ഒരു പാരമ്യത്തിൽ, ഇന്ന് രാവിലെ മുതൽ മഴയും മൂടിക്കെട്ടിയ കാലാവസ്ഥയും ഒക്കെയാണ്. രാവിലെ കനത്ത മഴ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും മാറാത്ത ഒരു ആവേശം ഇടതുമുന്നണി പ്രവർത്തകർക്കെല്ലാം ഉണ്ട്. UDFന്റെ കലാശക്കൊട്ടും ഉച്ചയ്ക്കാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. അതും വൈകിട്ട് ചന്തക്കുന്നിലേക്ക് എത്തിച്ചേരും. നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ പരിസരത്ത് തന്നെയാണ് UDF വൈകിട്ട് കേന്ദ്രീകരിക്കുക. NDA മുന്നണി താഴെ ചന്തക്കുന്നും, അതോടൊപ്പം തന്നെ ചന്തക്കുന്നിൽ PV അൻവർ, സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറുമാണ് കലാശക്കൊട്ടിനെ കേന്ദ്രീകരിക്കുന്നത്. പ്രവർത്തകരെല്ലാം ചെറിയ ചെറിയ സംഘങ്ങളായി ഇപ്പോൾ നഗരത്തിലേക്ക് വിവിധ കക്ഷികളുടെ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷിത, സ്വാലിഹ, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ നിന്നും ആളുകൾ നിലമ്പൂരിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സ്വാഭാവികമായും കൊട്ടിക്കലാശമാണ്. അതിന്റെ ആവേശത്തിൽ പങ്കെടുക്കാൻ ഒരുപാട് പേരെത്തും. അപ്പോൾ ഇവരെയൊക്കെ ഉൾക്കൊള്ളാനായി നിലമ്പൂർ എത്രമാത്രം ഒരുങ്ങിയിട്ടുണ്ട്? തീർച്ചയായും പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാം തന്നെ ഉള്ളത്. നമുക്കറിയാം, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തുള്ള നേതാക്കളും MLA-മാരും മന്ത്രിമാരും ഒക്കെ പ്രത്യേക ചുമതലകളിൽ ഇതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. പല ഭാഗങ്ങളിൽ നിന്നും പ്രകടനങ്ങൾക്കും മറ്റുമൊക്കെ പ്രവർത്തകർ ആവേശത്തോടെ എത്തുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇന്നും അങ്ങനെയൊക്കെ ഉണ്ട്. ഈ നഗരത്തിലേക്ക് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ വലിയ ആവേശത്തിൽ പ്രവർത്തകർ എത്തിച്ചേരുമെന്നാണ് എല്ലാ മുന്നണികളും കണക്കുകൂട്ടുന്നത്. അതോടൊപ്പം തന്നെ മണ്ഡലത്തിന്റെ പ്രാദേശികമായുള്ള ഭാഗങ്ങളിൽ, ഈ മലയോര മേഖലയിലൊക്കെ വലിയ ആവേശം. അവിടെയുള്ള പ്രവർത്തകരൊക്കെ രാവിലെ മുതൽ ഇതിന്റെ ഭാഗമായി സ്കൂട്ടറുകളിലും മറ്റും ഇതിനെ അനുഗമിച്ചു കൊണ്ടിരിക്കുകയാണ്.